ഇപ്പോൾ ഫിസിക്സ് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല. എൻ്റെ ഗ്രാജുവേഷൻ സെറിമണി നിലമ്പൂർ മാർത്തോമ്മ കോളേജിൽ ലെക്ചർ കേട്ടോ. നല്ലപോലെ സമയം സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഒന്നും നമ്മുടെ വായിൽ വെച്ച് തരില്ല, നമ്മൾ മെനക്കെടണം. ഞാനിപ്പോൾ ഒരു വീഡിയോ അയച്ചു തന്നു. ആ കുട്ടി ഒരാഴ്ച മുമ്പ് MSc കഴിഞ്ഞിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തതാണ്. ആദ്യം കണ്ട പോലെയല്ല, പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കുട്ടി. അതിന് മുമ്പ് കണ്ടതും കാണണം, ഇപ്പോഴും കാണണം. അപ്പോഴേ ആ മുഖം മനസ്സിലാവും. എടി, ഒരു കൊല്ലം 78 ലക്ഷം 1 കോടിയുടെ അടുത്ത് ഗ്രാജുവേറ്റ്സ് ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇറങ്ങിയവർക്ക് തന്നെ ജോലിയില്ല. മനസ്സിലായോ? അതിൽ BSc ഫിസിക്സ് എന്ന് പറയുന്ന വലിയ ഒരു ഡിഗ്രി അല്ല, ബോധവും വിവരവും വേണ്ട. അപ്പം അതുണ്ടാക്കാൻ എന്ത് ചെയ്യണം? ഹൗ ഗുഡ് ഈസ് യുവർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ? ഒരിക്കലല്ല. എന്താ കാരണം എന്നറിയാം? നമ്മൾ ചെറുപ്പത്തിൽ 1 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് 3 വയസ്സാവുന്നത് വരെ മുട്ടിലഴിഞ്ഞ് നടക്കണം. വെറുതെ കിടന്നിട്ട് മലന്ന് കിടന്നിട്ട് 6 മാസം 1 കൊല്ലം കളഞ്ഞു എന്നൊക്കെ ആരെങ്കിലും പറയാറുണ്ടോ ജീവിതത്തിൽ? സ്കൂളിൽ പോകുന്നവരെ അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, ആരെങ്കിലും പറയോ? കളഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് വിഷമം. നീ ശരിക്കും എൻജോയ് ചെയ്തിട്ടില്ലേ? മിക്സ്ഡ് കോളേജ് ആയിരുന്നു, അല്ല ഗേൾസ് ഓൺലിയാ? ഉണ്ടാ ശരിക്കും കോളേജ് ടൈം ശരിക്കും എൻജോയ് ചെയ്യണം. ഞാനൊക്കെ കോളേജ് ടൈമിലൊക്കെ അടിച്ച് പൊളിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടിച്ചു പൊളിക്കാം, ഡോൺ വറി നീ. ഓക്കെ. ഉമ്മയാണോ എന്നെ പിന്നെ പരിചയപ്പെടുത്തി? നീ എന്നെ കണ്ടുപിടിച്ചേ? ഞാൻ എന്താ ചെയ്യേണ്ട പറ എനിക്ക്? ധൈര്യം തരണോ? പഠിപ്പ് തരണോ? അല്ല ഡയറക്ഷൻ പറഞ്ഞു തരണോ? എന്താ വേണ്ട പറ? അല്ല ഇതെല്ലാം വേണം. ശിക്ഷാജ്ഞാനം മെന്ററിംഗ് പ്രോഗ്രാം കണ്ടുവോ? SJM എന്നാണ് പറയുക. ശിക്ഷാജ്ഞാനം മെന്ററിംഗ്. SJM ഡോക്ടർ TPS എന്ന് അടിച്ചാൽ കുറേ ആൾക്കാർ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്നതാണ്. അതെന്തിനാ അങ്ങനെ പറയിപ്പിക്കുന്നത് വെച്ചാൽ നമ്മുടെ പാത്ത് ക്ലിയർ ആയാൽ നിന്നെ എവിടത്തേക്ക് കൊണ്ടുപോകണമെന്ന് ഞാനല്ല തീരുമാനിക്കണ്ട. എവിടെയാ പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് എനിക്ക് കൊണ്ടുപോകാം. അപ്പം അത് തീരുമാനിക്കാൻ പറ്റണം. അതിന് ആലോചിച്ചാൽ മതി നല്ലപോലെ എന്തൊക്കെയാ ചെയ്യേണ്ടത്. ഒന്നും അറിയില്ല എന്ന് വിചാരിക്കും. ഇന്ന് ഇരുന്നിട്ട് BSc കഴിഞ്ഞ കുട്ടിക്ക് ഇന്നിരുന്നാലും 10 ജോലിക്ക് അപ്ലൈ ചെയ്യാം ഓൺലൈൻ. മനസ്സിലായോ? ഇസ്രോയിൽ കയറണമെങ്കിൽ ഇസ്രോയില് സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു ജോലിയുണ്ട്. BSc ഫിസിക്സ് കഴിഞ്ഞാലാണ് സയന്റിസ്റ്റായിട്ട് കയറാം. എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. എനിക്ക് തപ്പിയ ഇപ്പൊ 100 എണ്ണം കിട്ടും. BSc ഫിസിക്സ് ലോകത്തിൽ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അവിടെയൊക്കെ. നിന്റെ വീട്ടിന്റെ മുമ്പിൽ കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടൂല. മനസ്സിലായോ? യാത്ര ചെയ്യാൻ തയ്യാറാവണം. നമ്മൾ മെനക്കെടാൻ തയ്യാറാവണം. ഓടിപ്പോയി പണി നോക്കാൻ പറ. ഞാൻ പണ്ട് വിക്ടോറിയ കോളേജ് പാലക്കാട് നിന്നെ പോലൊരു കുഞ്ഞി തട്ടലിട്ടിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നല്ലോണം പഠിക്കണ കുട്ടിയാണ്. ക്ലാസ് കഴിഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചിട്ടെന്ന് പറഞ്ഞു എനിക്ക് വേറെ ആരും പറഞ്ഞു വെക്കില്ല, ഞാൻ പറഞ്ഞു വെക്കും. ഞാൻ പറഞ്ഞു നീ പഠിച്ചോ നന്നായിട്ട്, പുറത്തു പോയി പഠിക്കാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു നീ എല്ലാ എൻട്രൻസ് എഴുത്, എന്നിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് കിട്ടിയെന്നായിരിക്കും. കിട്ടിയിട്ട് കാര്യമില്ല, എന്നെ അയക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യം അപ്ലൈ ചെയ്യാം, എന്നാലേ 2 ചാൻസ് ഉള്ളൂ. കിട്ടുക നല്ലോണം പഠിച്ച് എൻട്രൻസ് എഴുതുക. ആൾക്ക് കിട്ടി. ഞാൻ അവളോട് പറഞ്ഞു നീ ബാഗും പാക്ക് ചെയ്ത് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അവൾ പോയി. ഇപ്പൊ PhD ചെയ്യുന്നുണ്ട് സുഖമായിട്ട്. ഇതൊക്കെ നമ്മളെല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ വേണമോ? അതിന് ധൈര്യം വേണം. ആ ധൈര്യം എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന പോലെയല്ല. തെറ്റ് ചെയ്യാനല്ലല്ലോ ധൈര്യം പറയുന്നത്. നീ കണ്ട ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ ഓടിപ്പോകാനൊന്നല്ല ഞാൻ പറയുന്നത്. പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ ബൗണ്ടറി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബൗണ്ടറി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യമാണ്. യു ഹാവ് എ ഗുഡ് ലാംഗ്വേജ്. ഓൺലൈൻ ഇന്ന് മുതൽ പഠിപ്പിക്കാൻ എനിക്കുവാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് കാശുണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് സംസാരിച്ച് വെച്ചതേ ഉള്ളൂ. MSc മാത്തമാറ്റിക്സ് ആണ്, ബാംഗ്ലൂർ ജോലി ഉണ്ടായിരുന്നു. ജോലി പോയി, വേറെ എവിടെയും പോയിട്ട് ആരുടെ മുമ്പിലും കാത്തിക്കാൻ വയ്യ. ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ എന്താ ടെക്നിക്ക്? ഞാൻ പറഞ്ഞു മൈക്രോ ടീച്ചിങ് ഡോക്ടർ TPS നോക്കിയാൽ എങ്ങനെയാ പഠിപ്പിക്കേണ്ടതെന്ന് നീ പഠിച്ചോളൂ. അവൾ ഓൾറെഡി പഠിപ്പിക്കുന്ന, പക്ഷെ അതുപോലെ ഇന്റർനാഷണൽ പഠിപ്പിക്കുമ്പോൾ പിന്നെ UK എങ്ങനെയാ പഠിപ്പിക്കുന്നത്,
ആ പഠിപ്പിക്കുന്ന സ്റ്റൈൽ അറിയണം. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ റെഡി ആണെങ്കിൽ നോക്കിയിട്ട് പറയൂ, യു ക്യാൻ ടീച്ച്. അപ്പോൾ നിനക്ക് പറ്റും എൻ്റെ കുട്ടിയെ, ഡോണ്ട് വറി. ഞാൻ നിന്നോട് അവിടുന്ന് പുറത്തു പോകാനെന്നല്ല പറയുന്നത്, അവിടെ ഇരുന്നിട്ട് 100 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ഇപ്പം ഞാൻ മോളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റണം ഇത് പഠിച്ചാൽ ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട്. അത് ജനറൽ ആയിട്ടുള്ള നോളജെങ്കിലും ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നല്ലോണം മനക്കെടണം. അപ്പോൾ ഇന്ന് മുതൽ കരച്ചിലില്ല, ശരി മാത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ മലപ്പുറത്ത് പട്ടാമ്പിള്ളൊരു പയ്യൻ 9ാം ക്ലാസ്സാണ്. എനിക്ക് അയക്കുന്ന മെസ്സേജ് ഞാൻ കേൾപ്പിക്കാം. ഓക്കെ, എൻ്റെ കുട്ടിയാ. എത്ര കൊല്ലമായെന്നറിയാം? 2 കൊല്ലമായിട്ട് എൻ്റെ കുട്ടിയാ. അവന് താല്പര്യം എന്ന് പറഞ്ഞത് രാമായണവും മഹാഭാരതമൊക്കെയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഇന്ന് ഞാൻ പഠിപ്പിക്കാം. അവൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ അവനെ ജനം TV-യിൽ ഒരു പ്രോഗ്രാമിന് പറഞ്ഞു വിട്ടു. അവനിപ്പം എനിക്ക് അയക്കുന്ന മെസ്സേജ് കേട്ടോ. നമസ്കാരം മാഷേ, ഓഗസ്റ്റ് 18-ാം തീയതി ഇംഗ്ലീഷ് പരീക്ഷയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് കേട്ടോ? പരീക്ഷ വരുമ്പോൾ ചോദിക്കാൻ ചോട്ടെ. അത് മാത്രല്ല, ഓരോ കാര്യങ്ങളും. വിളിച്ചു. നമസ്കാരം മാഷേ, ജനം TV-ക്കാരെന്നെ വിളിച്ചു. നാളെ 11-11:30 മണിക്ക് ചെല്ലാനാ പറഞ്ഞത്. അവന് എത്തിക്കഴിഞ്ഞ ഉടനെ എനിക്ക് മെസ്സേജ് അയക്കും, അറിയാമോളൂ? കുറെ ചോദ്യങ്ങൾ ചോദിച്ചതിലൊക്കെ കുറെ എളുപ്പമായിരുന്നു. ചോദിച്ചെല്ലാം എളുപ്പമാണ്. ജനം TV-ക്കാര് ഇന്റർവ്യൂ ചെയ്തെല്ലാം എളുപ്പമാണ്. രാമായണക്കഥ മുഴുവനും പറയുന്ന ശ്ലോകം ഉണ്ടത്രേ. അത് ഏത് ശ്ലോകാണെന്ന് അതൊക്കറിയൂല, ഒന്ന് പറഞ്ഞു തരാമോ? കേട്ടാ? അത് കഴിഞ്ഞ് അവിടെ എത്തിയ ഞങ്ങളിവിടെ എത്തി. ഓരോ സമയം അവൻ എവിടെയാ പോണത്, എന്താ ചെയ്യണത്, ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നെ കൃത്യമായിട്ട് അറിയിക്കുന്ന കുഞ്ഞിയാണ്. നമസ്കാരം മാഷേ, ഞാന് 2 സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. രാമം ദശരഥം. കേട്ടാ? ഓരോ സംശയവും ചോദിക്കും. 2 കൊല്ലായി അവൻ എൻ്റെ കൂടെ. ഞാൻ വിടുവോ അവനെ? മനസ്സിലായി? ആഗ്രഹമുണ്ടോ എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കും. അപ്പൊ തനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ വന്നത്. ഓക്കെ, പക്ഷെ അതിന് വേണ്ടത് ഇന്ന് മുതൽ പഠിക്കാം നല്ലപോലെ. SJM കാണുന്നതിലൊക്കെ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുമ്പോഴേ എനിക്ക് അറിയുള്ളൂ ഷിഫ എൻ്റെ പിന്നാലെ ഉണ്ടെന്ന്. ഞാൻ ഒരു 1000 പേര് കോണ്ടാക്ട് ചെയ്താൽ ഒരു 100 പേരിൽ ചിലപ്പോൾ കോളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒതുക്കും. ഒരു 10 പേരെ ചിലപ്പോൾ ഗൂഗിൾ മീറ്റ്. അല്ലാണ്ട് ഇതിന് സമയം കളയാൻ പറ്റും നമുക്ക്. മനസ്സിലായോ? അപ്പൊ നമ്മൾ കാണും അടുത്തന്നെ. ഫൈൻ. നിന്നോടാരാ 4 മണി വരെ ഇരിക്കണം എന്ന് പറഞ്ഞ്? രാവിലെ കാണുക, ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു പോവാണെങ്കിൽ. മനസ്സിലാവുണ്ടോ? നമ്മൾ എക്സ്ക്യൂസ് പറയുന്നതിന് പകരം എനിക്ക് ഹാഫ് ചെയ്യാൻ പറ്റുന്ന ഹാഫ് ചെയ്യല്ലേ വേണ്ടത്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ചെയ്യാൻ പറ്റുന്നത്ര ചെയ്യുമ്പോഴല്ലേ നമ്മൾ മെനക്കെടുക. ഇപ്പൊ ഞാൻ 10 എണ്ണത്തിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് 10 എണ്ണം അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതാണോ പറയേണ്ടത്? 5 എണ്ണത്തിന് പറ്റിയെന്ന് പറയണം. എല്ലാത്തിനും അപ്ലൈ ചെയ്യണം. അതൊക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യണം. isro.gov.in അവിടെ പോയി അപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു 10 എണ്ണം എഴുതുമ്പോൾ 1-2 ചിലപ്പം പാസ്സാവും, അല്ലെങ്കിൽ 1-2 ഇന്റർവ്യൂവിന് വിളിക്കും. 100 എണ്ണം അപ്ലൈ ചെയ്യുമ്പോഴാണ് 10 എണ്ണം ചിലപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉള്ളതിൽ വരിക. ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ ചുമ്മാ അപ്ലൈ ചെയ്യുക. കാശ് കൊടുക്കുമ്പോൾ മാത്രം ആലോചിച്ചാൽ വർത്താണോ അല്ലയോ. റെഡിയാണോ? നിനക്ക് എന്താ ഏറ്റവും ഇഷ്ടം, പാട്ടാണോ ഡാൻസ് ആണോ? ഏതൊരു സിനിമയില്ലേ, എന്താണ്, ഒരു വീട്ടിൽ നിന്ന് ചാടി ഓടി പോകുന്ന ഒരു ഉമ്മപ്പെണ്ണിന്റെ കഥ? ഏതാ സിനിമ അത്? എടി, സ്പേസ് ഡോക്ടർ TPS, കോസ്മോളജി ഡോക്ടർ TPS അടിച്ചു നോക്കിയോന്ന് ചോദിക്കുന്നത്. നീ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 10 ടെക്നിക്കൽ ടേം വെച്ചിട്ട് അതിനകത്ത്
എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീഡിയോ കാണും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ SJM കാണണം. എൻ്റെ അടുത്ത് നല്ല ചോദ്യങ്ങൾ വരണം. ഈ ജനറൽ ഡിസ്കഷൻ അല്ല. മോള് ചോദ്യം ചോദിക്കും, ഞാൻ ഉത്തരം പറയും. അങ്ങനെ ചോദ്യങ്ങളുമായിട്ട് വരുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇടാം. ഇതോടാണ് റെക്കോർഡ് ചെയ്തത്. ആ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ള ആ റെക്കോർഡിങ്ങിൽ നല്ല വർത്തായിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിന് റെഡി ആവുമോ നീ? എത്ര ദിവസം വേണം? ഓക്കെ. അതിന് എപ്പോഴാണ് എൻ്റെ ഗുരുവായൂർ പ്രോഗ്രാം? 18-ാം തീയതി. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, ഇഗ്നോർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കാണും, നോക്കട്ടെ. ഓക്കെ. ഞാൻ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യണോന്ന് എനിക്കൊരു ഡൗട്ട്. എനിക്ക് ഫിസിക്സ് തന്നെ ഏത് ചേഞ്ച് ചെയ്താലും ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും പഠിക്കണമെങ്കിലും പഠിക്കണ്ടെങ്കിലും ഒക്കെ ആദ്യം വേണ്ടത് നല്ല മൂഡ്. മനസ്സിലായോ? 2, ബ്രാഞ്ച് ചേഞ്ച് ചെയ്യണമെന്നല്ല ആലോചിക്കേണ്ടത്, എനിക്ക് എന്ത് വേണമെന്ന് ആലോചിക്കാം. മനസ്സിലായോ? എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നുണ്ട്, ചേഞ്ച് ചെയ്തിട്ട് ഒന്നും ഇടാണ്ടിരിക്കുക വേണ്ടേ? ഏതാ ഇടേണ്ടതെന്ന് ആദ്യം തീരുമാനിച്ചിട്ട് വേണ്ടേ ഇത് ചേഞ്ച് ചെയ്യണമെന്ന് ആലോചിക്കാൻ. അതുകൊണ്ട് ഏതാ ഇടേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക. എന്തിലാ പോണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിന് തെറ്റൊന്നുമില്ല. ഞാൻ പഠിച്ചതും PhD എടുത്തതും ഏതാ സബ്ജക്റ്റ്? സൈക്കോളജിയിലെ മാസ്റ്റേഴ്സ് ആണ്. അതാണോ ഞാൻ ചെയ്തത്? എന്നിട്ടാണോ സ്പേസ് സയന്റിസ്റ്റ് ആയത്? അതല്ല, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. മാത്തമാറ്റിക്സ് ആണ് PhD, സബ്ജക്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ്. എൻ്റെ പേപ്പർ പബ്ലിഷ് ചെയ്തത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ജേണലിലാണ്. ഞാൻ വർക്ക് ചെയ്തത് ഒപ്റ്റിക്സിലാണ്. അത് കഴിഞ്ഞ് സൈക്കോളജിയും പഠിച്ചു, MBA പഠിച്ചു, LLB പഠിച്ചു. നിന്നെല്ലാം പഠിപ്പിക്കണേ. അതിനൊന്നും നിനക്ക് അത്ര പ്രായമായിട്ടില്ല. നിന്റെ പ്രായത്തിലൊക്കെ ഒരു ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ഒരാൾ. MSc ഇങ്ങനെ ചേർന്നു എന്ന് മാത്രം. ഇഷ്ടംപോലെ സമയമുണ്ട്. നിനക്ക് എന്താ ഇപ്പൊ തിരക്ക്? പതുക്കെ പോവാം. ഓക്കെ. എടി, നിന്റെയൊക്കെ പ്രായത്തിൽ ഇങ്ങനെ ഒരാളോട് സംസാരിക്കാനോ കാണാനോ ഒരു 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 അവസരമില്ലാത്തൊരു ലോകത്ത് ജീവിച്ച ആളാണ് നമ്മളൊക്കെ. സ്വന്തം ഉണ്ടാക്കിയെടുത്തതാ. നിനക്ക് എന്ത് ഭാഗ്യവതിയാന്ന് ആലോചിച്ച് നോക്ക്. ആണോ അല്ലയോ? പിന്നെന്തിനാ വേവലാതിപ്പെടണേ? എടി, കഴിവുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊന്നും വേണ്ട. സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഏത് യൂണിവേഴ്സിറ്റിയുടെ ആണ്, ഒന്നും പ്രശ്നമല്ല. എബിലിറ്റി ഉണ്ടോ, നിനക്ക് വർക്ക് ചെയ്യാൻ തയ്യാറാണോ, ഡിഗ്നിറ്റി ഉണ്ടോ, ഡു യു വാണ്ട് ടു എക്സൽ യുവർ സെൽഫ്, ആർ യു സ്മാർട്ട് ഇനഫ്? യെസ്, ഡൺ. ഭയമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യത്തോടു കൂടിയുള്ളൊരു കുട്ടിയാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ ധൈര്യം സംഭരിക്കാൻ മുന്നോട്ട് പോവാം. മനക്കെട്ട് പണി ചെയ്യണം, നല്ലോണം താല്പര്യത്തോടു കൂടി പഠിക്കുക. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കുക, പഠിക്കാൻ തീരുമാനിക്കുക. കുറേ വീഡിയോസ് ഉണ്ട്. അതിൽ ഓരോരാളും ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഹൗ ഡു ഐ ഡു, ഞാൻ എങ്ങനെ ഇത് ചെയ്യാന്ന് ആലോചിക്കാം. എന്നിട്ട് അതിനെക്കുറിച്ച് എടുക്കാം തീരുമാനം. എന്നിട്ട് അതിനകത്ത് നല്ല നോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഏതെങ്കിലും ദിവസം ഞാൻ ചോദിക്കും, നോട്ടിന്റെ ഒരു പിന്നെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറയും. വെൻ യു ഹിയർ, മേക്ക് നോട്ട്സ്. ഓക്കെ. ഇൻഡക്ഷൻ ഡോക്ടർ TPS അടുത്ത കാലത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന് പോയപ്പോൾ എടുത്ത ക്ലാസ്. അതിന്റെ നോട്ട് ഉണ്ടാക്കണം. അപ്പൊ മനസ്സിലാവും ഇതൊക്കെ പഠിച്ചാലാണ് എനിക്ക് നന്നാവാൻ പറ്റുക. ഡൺ. ശരി.